നമസ്കാരം. വാർത്തകളുമായി രമ്യ ശ്രീജിത്ത്. 77-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യം. കേരളത്തിന്റെ അടക്കം 30 ടാബ്ലോകൾ. ശുഭാംശു ശുക്ലയ്ക്ക് അശോക ചക്ര, പ്രശാന്ത് ബാലകൃഷ്ണന് കീർത്തിചക്ര, സോഫിയ ഖുറേഷിക്ക് വിശിഷ്ട സേവാ മെഡൽ, രോഹിത് ശർമ്മയ്ക്കും ഹർമൻപ്രീത് കൗറിനും പത്മശ്രീ, വിജയ് അമൃതരാജിന് പത്മഭൂഷൺ. പത്മഭൂഷൺ നേട്ടത്തിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ അഭിനന്ദിച്ച് തമിഴകത്തിന്റെ ഉലകനായകൻ കമലഹാസൻ. ഇച്ചാക്ക ഒത്തിരി സന്തോഷം. പത്മഭൂഷൺ പുരസ്കാര നേട്ടത്തിൽ മമ്മൂട്ടിയെ അഭിനന്ദിച്ച് മോഹൻലാൽ. പത്മപുരസ്കാരം ശ്രീനാരായണ ഗുരുവിന് സമർപ്പിക്കുന്നു. ജനങ്ങൾക്ക് നന്ദിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് സമ്മാനിച്ചു. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. പ്രവാസ ലോകത്തും 77-ാമത് റിപ്പബ്ലിക് ദിനാഘോഷം. 7 എമിറേറ്റ്സുകളിൽ ഇന്ത്യൻ സമൂഹം വിപുലമായി ആഘോഷിച്ചു. ഇന്ത്യൻ സോഷ്യൽ സെന്റർ അജ്മാൻ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന ആഘോഷം ദേശീയ അഭിമാനത്തിന്റെ നിറവിൽ ഓഫീസ് അങ്കണത്തിൽ രാവിലെ 8:30 നടന്നു. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ വൈസ് കോൺസുലർ ഹിസ് എക്സലൻസി ഹേമന്ത് ദർ ദേശീയ പതാക ഉയർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തൽ ചടങ്ങിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അജ്മാന്റെ പ്രസിഡന്റ് ശ്രീ ഗിരീശൻ, സെക്രട്ടറി ശ്രീ ബഷീർ കാലടി, ട്രഷറർ ശ്രീ പ്രദീപ്, വൈസ് പ്രസിഡന്റ് ശ്രീ പ്രേംകുമാർ, ജോയിന്റ് സെക്രട്ടറി ശ്രീ രാജേന്ദ്രൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ISC അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്നു നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസിഡന്റ് ശ്രീ ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീ ബഷീർ കാലടി സ്വാഗതം നിർവഹിച്ചു. രാജസ്ഥാനിൽ വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. 187 ചാക്കുകളിലായി സൂക്ഷിച്ചത് 9550 കിലോ അമോണിയം നൈട്രേറ്റ്. രാജസ്ഥാനിലെ നഗൌർ ജില്ലയിൽ നിന്നും വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. 187 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 9550 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തെന്നും പോലീസ് അറിയിച്ചു. SNDP യോഗം യൂണിയൻ തല വിജയികളുടെ ഫൈനൽ മത്സരം UAE തലത്തിൽ ഫെബ്രുവരി 1-ന്. അജ്മാൻ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന SNDP യോഗം യൂണിയൻ തല വിജയികളുടെ ഫൈനൽ മത്സരം UAE തലത്തിൽ ഫെബ്രുവരി 1-ന് നടത്തുന്നു. 96.7 ഹിറ്റ് FM ന്യൂസ് ഡയറക്ടർ ശ്രീ ഷാബു കിളിത്തട്ടിൽ കലാസാഹിത്യ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ജില്ലാ പ്രവാസി സമാജം 2026-ലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നജൂമുദ്ദീന്റെ ആമുഖ പ്രഭാഷണത്തോടെ ആരംഭിച്ച ആഘോഷ പരിപാടികളിൽ പ്രസിഡന്റ് അഹമ്മദ് ഷിബിലി അധ്യക്ഷത വഹിക്കുകയും ആഘോഷ പരിപാടികളിൽ രക്ഷാധികാരി ശ്രീ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജോയിന്റ് ജനറൽ സെക്രട്ടറി ശ്രീ ജിബി ബേബി മുഖ്യാതിഥിയായിരുന്നു. ഷാർജയിലെ സംഘടനാ രംഗത്തെ സജീവ സാന്നിധ്യവും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് റിയാസ് ഖാനെ ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് നജൂമുദ്ദീൻ ഷാൾ അണിയിച്ച് ആദരിച്ചു. ട്രഷറർ ശ്രീ ജെർമിയാസ് യേശുദാസ്, ജോയിന്റ് സെക്രട്ടറി ശ്രീ അനിൽകുമാർ നടേശൻ, വനിതാ വിഭാഗം പ്രസിഡന്റ് ബിന്ദു ഷിബിലി, ഡ്രീം ഹോം ഭവന പദ്ധതി കൺവീനർ റഹീം കണ്ണനല്ലൂർ, രമേശ് നായർ, ഹക്കീം മാറനാട് എന്നിവർ സംസാരിച്ചു. കിവീസിനെ നിലംപരിശാക്കി ഇന്ത്യ. ജയം 10 ഓവർ ബാക്കി നിൽക്കെ പരമ്പര സ്വന്തം. 2 മത്സരങ്ങൾ അവശേഷിക്കെയാണ് ഇന്ത്യയുടെ നേട്ടം. മലയാളി താരം സഞ്ജു സാംസൺ ഇന്നലെ മത്സരത്തിൽ ഗോൾഡൻ ഡക്കായത് ആരാധകരെ കടുത്ത നിരാശരാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.